ദേഷ്യം തോന്നരുത്. ഒരു ചെറിയ നിരീക്ഷണം പങ്കിടുകയാണ്. ചിലർക്ക് നാട്ടുകാരെല്ലാം രണ്ട് വിഭാഗത്തിൽപ്പെടുന്നു. ഒന്ന് തന്നെ കല്യാണത്തിന് ക്ഷണിച്ചവർ, മറ്റൊന്ന് കല്യാണത്തിന് ക്ഷണിക്കാത്തവർ. ക്ഷണിച്ചവരോട് സ്നേഹം, ക്ഷണിക്കാത്തവരോട് വിരോധം. അവരെ വഴിയിലെങ്ങാനും കണ്ടാൽ എന്നെ കല്യാണത്തിന് ക്ഷണിക്കാത്ത ആളാണ് എന്ന് പറഞ്ഞ് ദൃഷ്ടിയിൽപ്പെടാതെ മുങ്ങി നടക്കും. തന്നെ ക്ഷണിക്കാതിരുന്നാൽ അത് വലിയൊരു ബഹുമാനക്കുറവാണ്, സ്നേഹക്കുറവാണ്, വില കുറച്ച് കാണിക്കലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഇവർ. ഇനി മറ്റൊരു വശം, കല്യാണത്തിന് ക്ഷണിച്ചാൽ സ്വീകരിക്കേണ്ട നിർബന്ധമാണ്, സംശയമില്ല. പക്ഷേ ആഴ്ചയിൽ എല്ലാ ദിവസവും ഒന്നിൽ കൂടുതൽ പരിപാടികളുണ്ടാകുമ്പോൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുക എന്നുള്ളത് പ്രായോഗികമായ ബുദ്ധിമുട്ടാണല്ലോ. ഇതിനേക്കാളും മുൻഗണനയുള്ള കാര്യമുണ്ടാകാം. ക്ലാസ് ഉണ്ടാകാം, ഡ്യൂട്ടി ഉണ്ടാകാം, അനാരോഗ്യമുണ്ടാകാം, യാത്രയുടെ ബുദ്ധിമുട്ടുണ്ടാകാം. ഈ കാരണങ്ങൾ കൊണ്ട് പങ്കെടുത്തില്ലെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള സന്മനസ്സ് ഉണ്ടാകണം. ചിലർക്കത് സ്വീകരിക്കാൻ കഴിയാറില്ല. താൻ ക്ഷണിച്ചാൽ പങ്കെടുത്തേ പറ്റൂ, ഞാൻ അങ്ങനെയാണ് എന്നുള്ള ഭാവമാണ്. എല്ലാം കൂടി നോക്കുമ്പോൾ തോന്നുകയാണ് ചിലർക്ക് ജീവിതമെന്നാൽ കല്യാണമാണ്, കല്യാണമെന്നാൽ ജീവിതമാണ്. ഇങ്ങനെ ആകാമോ? ജീവിതത്തിൽ മഹത്തായ ലക്ഷ്യങ്ങൾ വേണം. അവ നേടുവാൻ ആസൂത്രിതമായ പരിശ്രമങ്ങൾ വേണം. അതിനിടയിൽ കല്യാണാഘോഷം, ക്ഷണം, സ്വീകരിക്കൽ, ഭക്ഷണം എന്നൊക്കെ നടക്കണമെന്നല്ലാതെ അത് തന്നെയാണ് ജീവിതമെന്ന് കരുതിയാൽ നമ്മുടെ മുൻഗണനാക്രമത്തിന് എന്തോ പ്രശ്നമുണ്ടെന്നർത്ഥം അല്ലേ? താങ്ക് യു.